വാർത്തകൾ തുടരുന്നു. കേരളോത്സവം 2011 വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ആർട്സ് നടത്താൻ നമുക്ക് വളരെ സാധിച്ചില്ല. അതിൻ്റെ പ്രധാന കാരണം എൻട്രി വളരെ കുറവായിരുന്നതാണ് ഏറ്റവും വലിയ ഒരു കാരണം. തന്നെയല്ല, ബ്ലോക്ക് തലങ്ങളിലൊന്നും അത്തരത്തിലുള്ള ഒരു മത്സരം നടന്നിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ പോരായ്മയായി അത് കാണുന്നു. എന്നിരുന്നാലും മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഏകദേശം ചെയ്യാവുന്നതും പറ്റാവുന്നതുമായ എല്ലാവിധ മത്സരങ്ങളും നമ്മൾ നടത്തി. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ചടങ്ങിൽ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ, ചൂരപ്ര ഷൌക്കത്ത്, പൈനാട്ടിൽ അഷ്റഫ്, മുട്ടാറ സെലീന, ഉഷാ രവീന്ദ്രൻ, എം ലൈല, നൌഫൽ മണിയാണി, ഖദീജ, ജയന്തി, റസിയ തുടങ്ങിയവർ സംസാരിച്ചു. കരുവാരക്കുണ്ട് പുന്നക്കാട് ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിൽ മിനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിക്കുന്നു. ജനുവരി ആദ്യവാരത്തോടെ ആരംഭിക്കുന്ന മേളയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ഫുട്ബോൾ ടീമുകൾ 25-ാം തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9400840495, മറ്റൊരു നമ്പർ 9539167747. ജനകീയാസൂത്രണ പദ്ധതി 2011-2012 വർഷത്തിൽ ഉൾപ്പെടുത്തി അമരമ്പലം കൃഷിഭവനിൽ തെങ്ങ് കൃഷി രാസവളത്തിന് അപേക്ഷ നൽകിയവർക്ക് ഇനി പറയും പ്രകാരം പെർമിറ്റ് വിതരണം ചെയ്യും. ഇതുപ്രകാരം 2, 3, 4 വാർഡിലുള്ളവർ 15-ാം തീയതിയും, 5, 6, 7 വാർഡിലുള്ളവർ 16-നും, 8, 9, 10 വാർഡിലുള്ളവർ 17-നും, 11, 12, 13 വാർഡിലുള്ളവർ 19-നും, 14, 15, 16 വാർഡിലുള്ളവർ 22-നും, 17, 18, 19 വാർഡിലുള്ളവർ 23-ാം തീയതിയും ഓഫീസിൽ എത്തിച്ചേരണമെന്നും കർഷകർ നികുതി ചീട്ടിന്റെ കോപ്പി കൈവശം കരുതണമെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. കൃഷി വകുപ്പ് 2010-11 വർഷത്തേക്കുള്ള സംസ്ഥാനതല കർഷകശ്രീ അവാർഡുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഡിസംബർ 15-നകം അതാത് കൃഷിഭവനുകളിൽ ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് karshakakeeralam.gov.in അല്ലെങ്കിൽ keralaagricultural.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി ബിസിനസ് ന്യൂസ്. ഖസാവ കാറ്ററിംഗ് സർവീസിന്റെ പുതിയ സംരംഭം കരുവാരക്കുണ്ടിൽ തുടക്കമായി. മരുതുങ്ങലിൽ ആരംഭിച്ച സ്ഥാപനം അഡ്വക്കേറ്റ് എം ഉമ്മർ MLA ഉദ്ഘാടനം ചെയ്തു. മേലാറ്റൂർ ഉച്ചാരക്കടവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസാവ കാറ്ററിംഗ് സർവീസിന്റെ പുതിയ ശാഖയാണ് കരുവാരക്കുണ്ടിൽ തുടക്കമായത്. അറേബ്യൻ വിഭവങ്ങളായ മന്തി, കസ്ബ, ബുഖാരി റൈസ്, ആൽഫാം, ബർഗർ, ഫുഗ, മജ്ബുസ സാൻഡ്വിച്ച്, കട്ട്ലേറ്റ്, ചിക്കൻ ലെഗ്സ്, ബ്രോസ്റ്റ്, ലവ്ലിപോപ്പ്, കപ്പമത്തി, മീൻ കൊടുമ്പുളി, ഫിഷ് മിസ്ബായ്, പത്തിരി, പൊറോട്ട, വെള്ളപ്പം, ചപ്പാത്തി, നൂൽപുട്ട്, ബട്ടൂരാൻ, മീൻ പൊള്ളിച്ചത്, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഐസ്ക്രീം, പുഡിംഗ്, വെജിറ്റബിൾ സദ്യ എന്നിവ നിങ്ങളുടെ ഏതൊരു ആഘോഷങ്ങൾക്കും വിദഗ്ധരായ ഷെഫുമാർ തയ്യാറാക്കിയ വിഭവങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കസാവ കാറ്ററിംഗ് സർവീസ് വഴി നിങ്ങൾക്കായി വിളമ്പിത്തരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ KTMA സലാം, സഫ ജ്വല്ലറി, പ്രൊഫസർ ഷൈഖ് മുഹമ്മദ്, KT ഹംസക്കുട്ടി ഹാജി എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന വേളയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കമ്പോള നിലവാരം. നാലാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 200 രൂപ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. സ്വർണം ഗ്രാമിന് 2675 രൂപ, പവന് 21,400 രൂപ, വെള്ളി ഗ്രാമിന് 56 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയോരങ്ങളിൽ കയ്യേറ്റം വ്യാപകമാവുന്നു. കാളികാവിൽ അഴുക്കുചാൽ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വ്യാപക കയ്യേറ്റം കണ്ടെത്തിയത്. മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം. ചോക്കാട് 40 സെന്റിലും ഉദിരംപൊയിലും കരുവാരക്കുണ്ട് കരിങ്കത്തോണിയിലും വീണ്ടും കാട്ടാന ഇറങ്ങി.
തൊഴിലാളികളെ പിരിച്ചുവിട്ട സംഭവത്തിൽ ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വൃന്ദാവൻ എസ്റ്റേറ്റ് അധികൃതർ എത്തിയില്ല. അമരമ്പലം പഞ്ചായത്തിലെ വൃന്ദാവൻ എസ്റ്റേറ്റിൽ തൊഴിലാളി സംഘടനകൾ സമരം ശക്തമാക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.